അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന 2-3 വികാരങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. സ്നേഹവും ഭയവും പ്രതീക്ഷയും ഈ യാത്രയിൽ നമുക്കൊപ്പമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ സാധിക്കണം. അള്ളാഹുവിനേക്കാൾ പ്രിയങ്കരമായി ഈ യാത്രയിൽ എനിക്ക് മറ്റൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു വച്ചത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ അവർ അള്ളാഹുവിനോട് അദമ്യമായ സ്നേഹമുള്ളവരാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനേക്കാൾ ഭയപ്പെടാൻ മറ്റൊന്നും നമ്മുടെ മുന്നിലോ പിന്നിലോ പാർശ്വഭാഗങ്ങളിലോ മുകളിലോ താഴെയോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ആത്യന്തികമായി എനിക്ക് ഭയപ്പെടാനുള്ളത് എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് എന്നൊരു ഉറപ്പെനിക്കുണ്ടാകണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്ത് നിന്ന് നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ രക്ഷിതാവ് തീർച്ചയായും അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. മൂന്നാമത്, അള്ളാഹുവിനേക്കാൾ പ്രതീക്ഷ നൽകുന്ന മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിൽ നിന്നാണ്. പടച്ചവൻ വിചാരിക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു പ്രദാനം ചെയ്യുന്നതാണ് എനിക്ക് ലഭിക്കാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും നിമിത്തമെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇത്തരം സമ്മിശ്രങ്ങളായിട്ടുള്ള ഒരു വൈകാരിക തലത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ അള്ളാഹുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് അത്തരമൊരു വികാരത്തെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന വചനം ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ അംബിയയിലെ 90-ാമത്തെ സൂക്തത്തിൻ്റെ അവസാന ഭാഗമാണ്. പ്രവാചകന്മാരുടെ ചരിത്രം വിവരിച്ച ശേഷം ഖുർആൻ പറയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു യുസാരിഊൻ
ധൃതി വയ്ക്കുന്നവരായിരുന്നു. ഫിൽ ഹൈറാത്ത്, നന്മയിലേക്ക് ധൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. വയദൂനനാ റഗബൻ വറഹബ, അതേപോലെ തന്നെ അവർ അള്ളാഹുവിലേക്ക് ആഗ്രഹത്തോടും ഭയത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. പ്രതീക്ഷയുള്ള പോലെ തന്നെ അവർക്ക് ഭയപ്പാടുമുണ്ടായിരുന്നു അള്ളാഹുവിനോട്. വകാനൂ ലനാ ഖാശിഈൻ, ഒപ്പം തന്നെ അള്ളാഹുവിനോട് നമ്മളോട് ഏറെ താഴ്മ കാണിക്കുന്നവരുമായിരുന്നു അവർ എന്ന് ആ വചനത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതേ വികാരത്തെ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. നന്മയിൽ ധൃതി വയ്ക്കുന്നവരാവുക, അള്ളാഹുവിൽ ഏറെ ആഗ്രഹമുള്ളവരാവുക, അള്ളാഹുവിനേക്കാൾ ഭയപ്പെടാൻ മറ്റൊരു ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കുക, അള്ളാഹുവിനോട് അങ്ങേയറ്റം വിധേയരും വിനയമുള്ളവരുമായി തീരുക. ഒരാളുടെ വിജയത്തിന് ഇതൊക്കെയും അനിവാര്യമാണ് എന്ന് പറയാണ്. വിശ്വാസികളുടെ സ്വഭാവം രേഖപ്പെടുത്തിയെടുത്ത് 32-ാമത്തെ അധ്യായം സൂറ സജദയിലെ 16-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തതജാഫ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നുപോകും. അനിൽ മലാജിഇ, അവരുടെ കിടപ്പറയിൽ, അവരുടെ ബെഡിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നുപോകും. യദഊന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. ഖൗഫൻ വതമഅൻ, ഭയവും പ്രതീക്ഷയും ഉള്ളവരായി. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, തങ്ങൾക്ക് തങ്ങളുടെ രക്ഷിതാവ് എന്താണോ തന്നത് ആ തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികളായ ആളുകൾ. അവിടെയും ഈ രണ്ട് വികാരങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഖൗഫൻ വതമഅൻ, ഭയവും പ്രതീക്ഷയും. ഈ രണ്ട് വികാരങ്ങൾക്കിടയിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അവൻ കെട്ടിപ്പടുക്കേണ്ടത് എന്നതാണ് ഈ വചനത്തെ വിശദീകരിച്ചിട്ടുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ പറയാണ്, അള്ളാഹു മലക്കുകളോട് പറയുവത്രേ, ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കൂ. റജഅ റഅബത്തൻ ഫീമാ ഇൻദി, എന്നോടുള്ള പ്രതീക്ഷയോടുകൂടി അവർ വന്നിരിക്കുന്നു. വറഹബത്തൻ ഫീമാ ഇൻദി, എന്നോട് ഭയമുള്ളവരായിരിക്കെ അവർ വന്നിരിക്കുന്നു. ഹത്താ അഹ്രീഖ ദമഹു, അത് ഏതുവരെ എത്തും? അവരുടെ രക്തം ചിന്തേണ്ടി വന്നാൽ പോലും ഈ പ്രതീക്ഷയും ഈ ഭയപ്പാടും നിമിത്തം അള്ളാഹുവിലേക്ക് തിരികെ വരുന്നവരാണ് എൻ്റെ ദാസന്മാർ എന്ന് അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ ഫഹ്റ് പറയും എന്ന് ഉദ്ധരിക്കപ്പെടുകയാണ് ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ. അള്ളാഹു പറഞ്ഞതിലുള്ള ഏതെങ്കിലും വാഗ്ദാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനങ്ങളിൽ വലിയ പ്രതീക്ഷയുള്ളവരായി നമ്മൾ മാറാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജീവിതത്തിൽ നിരന്തരമായി വാഗ്ദാനങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ പലതിനെയും കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇന്നതിൽ നമുക്ക് പലതും കിട്ടുമെന്നും അതിൽ നിന്ന് കൂടുതലായി ലാഭമുണ്ടാക്കാമെന്നും ജീവിതം അങ്ങനെ സുസ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയുമെന്നുമൊക്കെ വിചാരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെ. പ്രവാചകൻ തൻ്റെ അനുജന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും റസൂലേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാൻ, തഅബ്ദുല്ലാഹ വലാ തുശ്രിക് ബി ഷൈഅ, അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. വ തുഖീമുസ്സലാം, നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കുക. വ തുഅ്തിയ സക്ക, അതേപോലെ തന്നെ സക്കാത്ത് കൃത്യമായി മുറപ്രകാരം കൊടുത്തുവിടുക. വ തസൂമ റമദാന, റമദാനിൽ നിങ്ങൾ നോമ്പ് നോക്കുക. വ തഹിജ്ജൽ ബൈത, പരിശുദ്ധ ഭവനത്തിൽ പോയി നിങ്ങൾ തീർത്ഥാടനം ചെയ്യുക, ഹജ്ജ് ചെയ്യുക.
സുമ്മക്കാല പിന്നീട് അള്ളാഹുവിന്റെ റസൂല് പറയാ കല അതിലിക്ക അല അബവൈ അല അബുവാബുൽ ഖൈർ, ആ നന്മയുടെ വാതായനത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കട്ടെ. 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ പ്രവാചകൻ പിന്നെയും വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നന്മ എന്താണ് എന്നും ആ നന്മയിലൂടെ നന്മയുടെ കവാടത്തിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തുടർന്ന് പറയാണ്, അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്. ജീവിതത്തിൽ നിങ്ങളിലേക്ക് വരാവുന്ന എല്ലാ തിക്തതകളെയും, നിങ്ങൾക്ക് നന്മയിൽ കുറവ് വരാവുന്ന എല്ലാ അനിഷ്ടകരമായ കാര്യങ്ങളെയും പ്രതിരോധിക്കാൻ ഈ നോമ്പിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ബസ് സദക്കത്ത് തുസ്തിഫയുൽ ഹതീഅ, അതേപോലെ തന്നെ സ്വതക്ക കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് മായ്ച്ചു കളയാനും കഴിയുന്നതാണ്. വസലാത്തു റജുലു ഫീ ജൗഫിൽ ലൈൽ, പതിരാത്രിയിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന നമസ്കാരം തീർച്ചയായും അള്ളാഹുവിലേക്കുള്ള വമ്പിച്ച പ്രതീക്ഷയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആരാധനകളുടെ വൈവിധ്യമാർന്ന അവസ്ഥാന്തരങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ ഉണർത്തിയതായി ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, 7-ാമത്തെ അധ്യായം സൂറ അഹ്റാഫിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നാടിനെ നന്നാക്കിയ ശേഷം ആ നാട്ടിൽ നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കരുത്. ഭൂമിയെ അള്ളാഹു വളരെ ഭംഗിയായി സംവിധാനിച്ചിരിക്കെ അതിൽ നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കരുത്. വദഉ ഖൗഫൻ വതമഅ, തീർച്ചയായും അള്ളാഹുവിലേക്ക് നിങ്ങൾ പ്രതീക്ഷയുള്ളവരും ഭയപ്പാടുമുള്ളവരായി നിങ്ങൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, സുകൃതവാന്മാരായ ആളുകൾക്ക്, സൽക്കർമ്മകാരികളായ ആളുകൾക്ക് കാരുണ്യവുമായി അള്ളാഹു വളരെ സമീപത്തുണ്ട്. പടച്ചവനോട് പ്രതീക്ഷയോടുകൂടി ചോദിക്കുക, പ്രതീക്ഷയും ഭയപ്പാടോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുക. ഇനി ഏതു പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ആ വചനത്തിലൂടെ അള്ളാഹു വീണ്ടും അറിയിക്കുകയാണ്. 2 വികാരങ്ങളെപ്പറ്റി പിന്നെയും അനേക വചനങ്ങളിൽ നമുക്ക് കാണാം. 15-ാമത്തെ അധ്യായം സൂറ ഹിജ്റിലെ 49-50 വചനങ്ങൾ, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാർക്ക് നീ അറിയിച്ചു കൊടുക്കുക, എന്നെ സംബന്ധിച്ച് അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും അതേപോലെ തന്നെ കരുണാനിധിയുമാണ് എന്ന് എൻ്റെ ദാസന്മാർക്ക് നീ പറഞ്ഞു കൊടുക്കുക. തൊട്ട് താഴെ പറയാണ്, വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ തന്നെയാണ് ഏറ്റവും വേദനാജനകമായ ശിക്ഷ എന്ന് പറയുന്നത്. നന്നായി ശിക്ഷിക്കുന്നവനും ഞാൻ തന്നെയാണ് എന്നുള്ളത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലവനാണ് എന്നും സ്വർഗസ്ഥനാണ് എന്നും അല്ലെങ്കിൽ നരകക്കാരനാണ്, പാപിയാണ് എന്നും വിധിക്കാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല. കാരണം ഈ 2 വികാരങ്ങളെ അങ്ങനെയാണ് അള്ളാഹു സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെയാണ് അള്ളാഹുവിൻ്റെ പ്രതീക്ഷ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിനെ ആരൊക്കെയാണ് കൃത്യമായി ഭയപ്പെടുന്നത് എന്ന് നമുക്ക് പറയുക വയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നജന്മാരിൽ യുവാവായിരുന്ന ഉസ്മാൻ ബിൻ മൽഊൻ എന്ന് പറഞ്ഞ യുവ സഹാബി മരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഉമ്മു അഅല എന്ന് പറയുന്ന മഹദി റിപ്പോർട്ട് ചെയ്യാണ്. ബുഖാരിയുടെ ഉദ്ധരണിയിൽ നമുക്ക് കാണാം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയും മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റുകയും ആ നെറ്റിയിൽ പ്രവാചകൻ ചുംബിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ആളുകൾ പറയാണ്, റഹ്മത്തുല്ലാഹി അലൈക അബാ സായിബ്, അലയോ ഉസ്മാനെ, താങ്കളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഉണ്ടായിരിക്കുന്നു. ഫഷഹാദത്തി അലൈക ലഖദ് അക്രമക്ക, അള്ളാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷിയാണ് എന്നവരിങ്ങനെ പറയാണ്. എത്ര ചെയ്തിട്ടുള്ളൂ? പ്രവാചകൻ ആ മയ്യത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു എന്നേ ഉള്ളൂ. ആളുകൾ ധരിച്ചു പോയിട്ടുള്ളത് ഇതൊക്കെയും ഒരു അംഗീകാരവും
അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങ് സ്വർഗാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റിയ സംഗതികളും ഒക്കെയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ മുഖം വിവർണമായി പ്രവാചകൻ ചോദിക്കുകയാണ്, വമാ യുദ്ധിരിക്കി യാ ഉമ്മു അഅല, നിനക്ക് എങ്ങനെ മനസ്സിലായി ഉമ്മു അഅല? അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പ്രവാചകൻ ചോദിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുക, ഖാല വല്ലാഹി മാ അദിരി വ അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, പക്ഷെ എനിക്കറിയില്ല മാ യഫ്അലു ബി വലാ ബിക്കും, എന്നെയും നിങ്ങളെയും കൊണ്ട് അള്ളാഹു നാളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്, എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ഒരു പ്രവാചകനായിരിക്കെ കൂടി എനിക്കതറിയില്ലല്ലോ എന്ന് ഉമ്മു അഅല എന്ന് പറയുന്ന സ്വഹാബി വനിതയോട് പ്രവാചകൻ പറയാണ്. കാലത്ത് ഉമ്മുൽ അഅല പിന്നെ പറയാണ്, ഫവല്ലാഹി ലാ ഉസ്കി അഹദൻ ബഅദഹു, അതിനുശേഷം ഒരാളെയും വിശുദ്ധനാക്കലും ഒരാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവനാണ് എന്നൊക്കെ കൃത്യമായി പറയാനുള്ള ആ അവസ്ഥ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാളെ പറ്റിയും പിന്നീട് ഞാൻ അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരാളെ സംബന്ധിച്ച് ആത്യന്തികമായി പറയാൻ കഴിയുക അള്ളാഹുവിനാണ്. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ കൊണ്ടു നടക്കുന്ന മനസ്സിലെ നമ്മുടെ വിചാരങ്ങൾ, ഇതെല്ലാം കൃത്യമായി അറിയുക അള്ളാഹുവിനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മുൻവിധി ഒരാൾക്കും വിധിക്കാൻ അർഹതയില്ല. നമ്മൾ പലതിനെയും അത് ഏറ്റവും വലിയ പുണ്യവാനായും പുണ്യവതിയായും പുണ്യസ്ഥലമായും പുണ്യസംഗതികളൊക്കെയായി നമ്മളിങ്ങനെ വിഭജിക്കാറുണ്ട്. പക്ഷെ മതത്തിൽ അതിനൊരു വകുപ്പില്ല എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ കൂടിയാൽ ആ കൂടെ കൂടിയവൻ പിന്നീട് വേണ്ടപ്പെട്ടവനായി വരികയാണ്. അങ്ങനെ തൊട്ടവന്റെ പിന്നാലെ തൊട്ട് എല്ലാവരും വിശുദ്ധരായി പോകുന്നൊരു പ്രക്രിയ ഈ മതത്തിലില്ല എന്നതാണ്. പച്ചയാണ് ഈ മതത്തിൻ്റെ ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ തുറന്നു പറയുകയാണ്, ഈ വൈകാരികമായ രണ്ട് തലങ്ങൾക്കിടയിൽ അവനവന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ കഴിയേണ്ടതുണ്ട്. അത് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഭയവും അതേപോലെ തന്നെ പടച്ചവനിൽ നിന്നുള്ള കൃത്യമായ പ്രതീക്ഷയുമാണ്. ഈ പ്രതീക്ഷ ഒരു കാലത്തും നമുക്ക് അസ്തമിച്ചു പോകാൻ പാടില്ല. അതേപോലെ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും ഒരു നിമിഷവും മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാനും പാടില്ല. ഇനി എങ്ങനെയാണത് പ്രതിഫലിപ്പിക്കുക? ഇമാം അഹ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അള്ളാഹു പറയുകയാണ്, അന ഇൻദല്ലന്നി അബ്ദി ബി, എൻ്റെ ദാസൻ എന്നെ എങ്ങനെയാണോ ഓർക്കുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ അവൻ അനുഭവപ്പെടുക. ഓരോ ദാസനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരം എന്താണോ ആ വിചാരങ്ങൾക്കനുസരിച്ചായിരിക്കും അള്ളാഹുവിന് അയാളോടുള്ള പ്രതിപത്തിയും താല്പര്യവുമൊക്കെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയാണ്, ഇന്നല്ലന്നബി ഖൈറുൻ ഫലഹു, ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവനോട് ഏറ്റവും നല്ല രീതിയിലായിരിക്കും അള്ളാഹുവിൻ്റെ സമീപനം എന്ന് പറയുന്നത്. വ ഇന്നല്ലന്ന ശർറൻ ഫലഹു, ആരെങ്കിലും അള്ളാഹുവിനെ പറ്റി മോശമായ വിചാരമാണ് കൊണ്ടു നടക്കുന്നത് എങ്കിൽ അതേ രീതിയിലായിരിക്കും അള്ളാഹുവിന് അവനോടുമുള്ളത്. പലപ്പോഴും അള്ളാഹുവിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞു പോകുന്നത് അള്ളാഹു ഏറ്റവും വലിയ കോപിഷ്ഠനാണ് എന്നതാണ്. എന്നാൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നും. അങ്ങനെ കൃത്യമായി പ്രമാണങ്ങൾ പറയുന്ന വെളിച്ചത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിനെ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മളൊക്കെ ചോദിക്കണ പോലെ കൈഫ തജിദുക, ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നീ അർജുല്ലാഹ, ഞാൻ അള്ളാഹുവിൽ ഏറെ പ്രതീക്ഷയുള്ളവനാണ്. വ ഇന്നീ അഖാഫു ദുനൂബി, ഒപ്പം തന്നെ എനിക്ക് ഭയമുണ്ട് എൻ്റെ പാപങ്ങളെ സംബന്ധിച്ച്. ആദ്യം പറഞ്ഞത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച്.
ഒപ്പം തന്നെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്ത ഭയപ്പാടുമുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യജ്തമിഅനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലിൽ ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹുല്ലാഹു മാ യർജു വ ആമനഹു മിമ്മാ യഖാഫ്. ഒരു ദാസന്റെ മനസ്സിൽ രണ്ടു തരം വികാരങ്ങളെ അള്ളാഹു ഒരിക്കലും ഒരുമിച്ച് കൂട്ടുകയില്ല. ഇല്ലാ അഅതാഹുല്ലാഹു മാ യർജു, അയാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന നന്മകൾ അള്ളാഹു അയാൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. വ ആമനഹു മിമ്മാ യഖാഫ്, എന്തിനെയാണോ അയാൾ ഭയപ്പെട്ടത് ആ ഭയപ്പാടിൽ നിന്ന് അയാൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. ഒപ്പം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന നന്മയുടെ സോപാനത്തിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് പ്രവാചകൻ ആ വിശേഷത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുന്നത്. അത്തരമൊരു അവസ്ഥ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയണം. പാപങ്ങൾ കടന്നുകൂടിയ പാപങ്ങളെ സംബന്ധിച്ചുള്ള വല്ലാത്തൊരു ഭയം പുറപ്പിച്ചെടുക്കാനുള്ള ഇസ്തിഗ്ഫാറുകളും പശ്ചാത്താപവുമായിട്ടുമൊക്കെയും ജീവിതത്തെ നയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ഈ ഭയം എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം നമുക്കുണ്ടാകേണ്ടത്? ഖുർആനിലെ 79-ാമത്തെ അധ്യായം സൂറ നാസിയാത്തിലെ 40-41 വചനങ്ങൾ അള്ളാഹു പറയാണ്, വ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വ നഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. വ അമ്മാമൻ ഖാഫ, അപ്പോൾ ഏതൊരുവനാണോ ഭയപ്പെടുന്നത്, മഖാമ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഏതൊരുത്തൻ ഭയപ്പെടുന്നുവോ, വ നഹൻ നഫ്സ അനിൽ ഹവ, എന്നിട്ട് തൻ്റെ ഇച്ഛകളെ, തൻ്റെ മാനസികമായ ആഗ്രഹങ്ങളെ ആര് വിരോധിക്കുകയും ചെയ്തുവോ, ഇച്ഛകളെ ആര് നിയന്ത്രിക്കുക ചെയ്തുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, തീർച്ചയായും അവരുടെ സങ്കേതം സ്വർഗമായിരിക്കും. അപ്പോൾ ഭയപ്പെടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശുദ്ധജീവിയെ ഭയപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരനെ ഭയപ്പെടുന്നത് പോലെ, അത്തരത്തിലുള്ളൊരു ഭയപ്പാടല്ല അള്ളാഹുവുമായിട്ട് അവൻ്റെ ദാസനുണ്ടാകേണ്ടത്. അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്നൽ ഹലാല ബയ്യിനൻ വ ഇന്നൽ ഹറാമ ബയ്യിനൻ, അനുവദിച്ചതെല്ലാം വളരെ വ്യക്തമാണ്, വിരോധിച്ചവയും അതിനേക്കാളും വ്യക്തമാണ്. രണ്ടും വ്യക്തമായ സംഗതികളാണ്, അതിലൊരിക്കലും സംശയത്തിൻ്റെ അവകാശമില്ല. അത്തരം വ്യക്തമായിട്ടുള്ള നിരോധങ്ങളെ ആര് ഭയപ്പെടുകയും തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പാപവുമായി ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിചാരം ആരിലുണ്ടാവുകയും അത്തരത്തിലുള്ള വേണ്ടാധീനങ്ങളെ തൻ്റെ മനസ്സിനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുവോ, അതാണ് യഥാർത്ഥത്തിൽ ഭയം എന്ന് പറയുന്നത്. അങ്ങനെ ഭയപ്പെടാൻ വിശ്വാസികൾക്ക് ആകണമെന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് നിരന്തരമായി ആഗ്രഹമുള്ളവനാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് വചനം ഇങ്ങനെയാണ്: അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മുഅ്മിൻ, വിശ്വാസി എന്ന് പറയുന്നത്, യറാ ദുനൂബഹു, അവൻ അവൻ്റെ പാപത്തെ കാണുകയാണ്. കഅന്നഹു ഖാഇദുൻ തഹത ജബലിൻ, ഒരു മലഞ്ചെരുവിൽ ഇരിക്കുന്നവനെ പോലെ. യഖാഫു, അയാൾ ഭയപ്പെടുന്നുണ്ട്. അൻ യഖ അലൈ, ആ മലയുടെ മുകളിൽ നിന്ന് വല്ലതും തൻ്റെ ശിരസിലേക്ക് വന്ന് വീഴുമോ എന്നയാൾക്ക് ഭയമുള്ളതുപോലെ, അതുപോലെ ആയിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപത്തെ അയാൾ കാണുക. അത് നിസ്സാരല്ലേ? അത് വലിയ വിഷയമുള്ളതാണോ? അതിപ്പോൾ ചെയ്യാത്തവരായ ആരാണ്? ഇങ്ങനെയൊക്കെയാണ് നാട്ടിൻപുറങ്ങളിൽ പാപത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പാപങ്ങളായി നമ്മൾ തുടങ്ങുകയും പിന്നീട് അതൊരു വലിയ പാപമായി വരികയും ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പാപത്തെ നമ്മൾ സാമാന്യവൽക്കരിക്കുകയും അതൊന്നും ചെയ്യാത്തവരായി ആരുമില്ല എന്നിങ്ങനെ തെറ്റിദ്ധരിക്കുകയും, അതുകൊണ്ട് ഇതൊന്നും നാളെ പരലോകത്തൊരു വിചാരണയ്ക്ക് വിധേയമാവുകയില്ല എന്ന് പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വരൂപിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് ഭൂഷണമല്ല. അയാൾ ഏതുപോലെയാണ്?
മലയുടെ ചെരുവിലിരിക്കുന്നവനെ പോലെയാണ്. എപ്പോഴും ഒരു കല്ല് ഉരുണ്ട് വന്ന് തൻ്റെ തലയിൽ വീണേക്കുമോ എന്നൊരു ഭയമുള്ളതുപോലെ ഈ പാപം നാളെ തൻ്റെ മേലിൽ ഒരു കുറ്റമായി ശിക്ഷയ്ക്ക് നിമിത്തമായി മാറുമോ എന്നുള്ള വല്ലാത്തൊരു ഭയപ്പാട് അയാൾക്കുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഭയം ജീവിതത്തിൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ പ്രതീക്ഷയുള്ളവരുമായി നമ്മൾ മാറണം. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അഅറാഫിലെ 205-ാമത്തെ വചനം, വദുക്കുർ റബ്ബക ഫീ നഫ്സിക, വിനയത്തോടെയും വദുക്കുർ റബ്ബക, നീ നിന്റെ രക്ഷിതാവിനെ സ്മരിക്കുക, ഫീ നഫ്സിക, നിന്നിൽ തന്നെ, അവനവന്റെ മനസ്സിൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക, തളർഅൻ വഖീഫത്തൻ, വിനയത്തോടെയും ഭയപ്പാടോടെയും കൂടി, വദൂനൽ ജഹരി, വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാത്ത രീതിയിൽ, സാമാന്യമായി അവനവന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഒതുങ്ങിയ ശബ്ദത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക. ബിൽ ഒദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും, വലാ തക്കുൻ മിനൽ ഗാഫിലീൻ, അശ്രദ്ധരായ ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നതാണ്. അപ്പോൾ ഈ ഭയപ്പാടിനും പ്രതീക്ഷയ്ക്കും പ്രതിബന്ധമായി കടന്നു വരുന്ന മറ്റൊരു മാനസിക തലമാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. മറവിയല്ല അശ്രദ്ധ. മറവി കൊണ്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരാളൊരു മറന്ന് ഒരു കാര്യം ചെയ്തു പോയി, അബദ്ധത്തിൽ ചെയ്തു പോയി, അള്ളാഹു പൊറുക്കും. എന്നാൽ അശ്രദ്ധയെ അള്ളാഹു പൊറുക്കുകയില്ല. അല്ലെങ്കിൽ അശ്രദ്ധയെ അള്ളാഹു തെറ്റായി കുറ്റമായി ഗണിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അശ്രദ്ധ നമ്മിലുണ്ടോ എന്നുള്ളതിന് 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിന് കീഴ്പ്പെടാൻ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കീഴ്പ്പെടുക? ഉലോഹ്യത്തിന് അർക്കാൻ ഭാഗത്തിന് മൃഗങ്ങളെ കെടുത്തുന്ന പോലെയാണോ? അതല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ അത് പാലിക്കാൻ ഞാൻ എത്ര കണ്ട് സന്നദ്ധനാണ്? സ്വയം ഞാൻ നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾക്ക് അനുസരിച്ചാണ് ആ അശ്രദ്ധ നമ്മിൽ എത്ര കണ്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. രണ്ടാമത്, നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ നമ്മൾ നിസ്സാരമാക്കുന്നുണ്ടോ? നമ്മിൽ വന്നത് തെറ്റ്, അത് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചതായിരിക്കും, നമ്മുടെ വേണ്ടാത്തൊരു ഇടപെടലായിരിക്കും, തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയും അതിനെയൊക്കെ നമ്മൾ നിസ്സാരമാക്കലാണ്. അതത്ര വലിയ ഗൗരവമൊന്നുമില്ല എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അത് അശ്രദ്ധയുടെ മറ്റൊരു ഭാഗമാണ്. അതേപോലെ തന്നെ പാപകൃത്യങ്ങളുമായി ഇണങ്ങിക്കഴിയാനുള്ള ഒരു ടെൻഡൻസി, പാപങ്ങളുമായി നമ്മളിങ്ങനെ കൂടിക്കഴിയുകയാണ്. ഇപ്പൊ പാപമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. പണ്ടൊരു മീൻ കച്ചവടക്കാരൻ്റെ ഒരു കല്യാണം കഴിച്ചു ഒരു പെണ്ണിനെ. ആ പെണ്ണ് അവിടെ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ആലോചിച്ചപ്പോൾ പറഞ്ഞു, വല്ലാത്ത മണമാണിവിടെ, കല്യാണം കഴിഞ്ഞ് എന്ന ആദ്യ നാളുകളിലൊക്കെ. അപ്പം എല്ലാവരും പറഞ്ഞു, സഹിക്കുമോളെ, പ്രശ്നമൊന്നുമില്ല, മീനല്ലേ നമ്മൾ തിന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ബന്ധുക്കളൊക്കെ സമാശ്വസിപ്പിച്ചു. കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവളോട് ചോദിക്കുകയാണ് അവരുടെ ബന്ധുക്കൾ, ഇപ്പം പഴയ പോലെ മണമൊന്നുമില്ലേ? അപ്പം അവള് പറഞ്ഞേ, അന്നത്തെ അത്ര മണമൊന്നും ഇപ്പം ഇല്ല എന്നുള്ളത്. മണമില്ലാഞ്ഞിട്ടല്ല, ഈ മണം അവൾക്കൊരു ശീലമായതുകൊണ്ടാണ്. ഇതേപോലെയാണ് പലപ്പോഴും നമ്മളൊക്കെയും. ആദ്യകാലത്ത് പുകവലിക്കുന്ന ഒരാൾ മറഞ്ഞിരുന്ന് ആരും കാണാതെ എനിക്കൊരു പുകവലിക്കുക. പിന്നീട് ആ പുകവലി കുറേ കൂടി വ്യാപകമായി കഴിയുമ്പോൾ ആരുടെ മുമ്പിൽ വലിക്കാനാവും. പിന്നീട് സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ മുമ്പിൽ വലിക്കുന്നവനായി മക്കൾ മാറുകയാണ്. അപ്പോൾ പുകവലി ഒരു തെറ്റാണോ എന്ന് പോലും ചോദിക്കുന്നിടത്തേക്ക് നമ്മൾ മാറിപ്പോകും. അങ്ങനെ തിന്മകളും നമ്മളും തമ്മിലുള്ള അകലം വല്ലാതെ കുറഞ്ഞു വരുന്നൊരു സമീപനം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മിൽ ഈ അശ്രദ്ധ കടന്നു വരുന്നു എന്നുള്ളതാണ്. 4-ാമത്തെ കാര്യം പറയുന്നത്, സമയം അനാവശ്യമായി പാഴാക്കി കളയുക. സമയത്തിൻ്റെ വില അറിയാത്തവരായി നമ്മൾ മാറിപ്പോവുക. സഹോദരങ്ങളെ, ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ളത് ഒരു വലിയ പരീക്ഷയിലാണ്. ആ പരീക്ഷ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് പകരം അവിടെ ഇരുന്നൊരാൾ ഉറക്കം തൂങ്ങിയാൽ പിന്നീട് അയാളുടെ റിസൾട്ട് അറിയാൻ അങ്ങോട്ട് പോകണമെന്നില്ല. അയാൾക്ക് എന്തായിരിക്കും ഫലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അയാൾക്കും അറിയാം എന്നതുപോലെയാണ് ദുനിയാവിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 4 കാര്യങ്ങളും 2 വികാരങ്ങളും വളരെ ഗൗരവമായി ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.